ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് പിന്നാലെ മുനമ്പം സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. ഇന്ന് DCCയുടെ നേതൃത്വത്തിൽ മുനമ്പം ഐക്യദാർഢ്യ സമ്മേളനം നടക്കും. പ്രതിപക്ഷ നേതാവിനെതിരെയും ജനങ്ങളുടെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. അതേസമയം മുനമ്പം സമരസമിതി നടത്തുന്ന നിരാഹാര സമരം 56ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, കിടപ്പാടം നഷ്ടപ്പെടാം എന്നുള്ള ആ ഒരു ആശങ്കയിലിരിക്കുന്ന ജനങ്ങളാണ് മുനമ്പത്തുകാർ. അവരുടെ ഇടയിലേക്കാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പിന്തുണയുമായിട്ട് കോൺഗ്രസ് എത്തുന്നത്. കഴിഞ്ഞ ദിവസം VD സതീശൻ ചെന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആരും ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ളൊരു നിലപാട് ശക്തമാക്കിയിരിക്കുകയാണ് മുനമ്പം സമരസമിതി നേതാക്കൾ. ഈ പ്രതിഷേധ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പുതിയ നീക്കം നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? രജനി, നമുക്കറിയാവുന്നതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ ഈ മുനമ്പത്തെ അധിനിവേശത്തിനെതിരെ അവിടെയുള്ള ജനത നടത്തുന്ന പ്രതിരോധ സമരത്തിന് അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിന്, ആ സമരത്തോട് യാതൊരു തരത്തിലുള്ള ഐക്യദാർഢ്യമോ പിന്തുണയോ UDF LDF പ്രകടിപ്പിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം അവിടെ പിന്തുണയുമായി എത്തിയാൽ അത് തങ്ങൾക്ക് എതിരാകുമെന്നും സംഘടിത വോട്ട് ബാങ്ക് തങ്ങൾക്ക് എതിരായി മാറുമെന്നും വഖഫ് അധിനിവേശത്തെ പിന്തുണയ്ക്കുകയും വഖഫിനെ പിന്തുണയ്ക്കുകയും എല്ലാം ചെയ്യുന്ന സമുദായ സംഘടനകളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളും എല്ലാം തന്നെ തങ്ങൾക്ക് എതിരായി മാറുമെന്ന കൃത്യമായ ഒരു നിലപാടിൽ തന്നെയായിരുന്നു ആ ഒരു ഘട്ടത്തിൽ മുന്നണികൾ ഉണ്ടായിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വഖഫ് അധിനിവേശത്തിന് എതിരായ സമരത്തിന് തങ്ങൾ പിന്തുണ നൽകുന്നു. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അവർ അവരുടെ നയങ്ങളിൽ നിലപാടുകളിൽ പുറമേക്ക് മാറ്റം വരുത്തുന്നു. അതായത് ഉള്ളുകൊണ്ട് അതിൽ മാറ്റമില്ല, അവിടെ വഖഫ് അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നു, പുറമേക്ക് അവിടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഒപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം ഹൈബി ഈഡൻ MP അടക്കം ആ പ്രദേശം സന്ദർശിച്ചിരുന്നു. എന്നാൽ അവിടെയും വലിയ പ്രതിഷേധത്തെയായിരുന്നു ആ ജനങ്ങളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിരുന്നത്. അവർ വലിയൊരു നിവേദനം പ്രതിപക്ഷ നേതാവിന് മുന്നിൽ സമർപ്പിച്ചു. അതിൽ കൃത്യമായ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ തങ്ങളുടെ സമരത്തോട് മുഖം തിരിച്ചു നിന്നത്? മാത്രമല്ല, ഈ വഖഫ് ഭേദഗതി ബില്ല് നടപ്പിലാക്കാൻ വേണ്ടി പാർലമെന്റിൽ കൊണ്ടുവരുമ്പോൾ എന്ത് നിലപാടായിരിക്കും ഇക്കാര്യത്തിൽ നിങ്ങൾ സ്വീകരിക്കുക? ഈ UDFനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാട് നിങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന് കത്തയച്ചത്. മാത്രമല്ല, ഇവിടെ ഈ ഇരട്ടത്താപ്പ് നടപടി തങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതുമായി ഏറെ നാൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല, ആ സമരപന്തലിലെ പല ആളുകൾക്കും ശക്തമായ പ്രതിഷേധമായിരുന്നു അവിടെ പ്രതിപക്ഷ നേതാക്കളുടെ സന്ദർശനത്തോട്, അതുവരെ തിരിഞ്ഞു നോക്കാത്ത ആളുകളുടെ വരവിനോട് ഉണ്ടായിരുന്നത്. അത് തണുപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഇന്ന് വീണ്ടും ഐക്യദാർഢ്യ സമ്മേളനവും അത്തരത്തിലുള്ള യോഗവും എല്ലാം UDF സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുക്കുന്ന അത്തരത്തിലുള്ള ഈ ഒരു സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും കൃത്യമായി തന്നെ വഖഫ് അധിനിവേശത്തിനെതിരായ സമരത്തിനൊപ്പം നിൽക്കുന്നു എന്ന് അവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ആ സമരരംഗത്ത് മുൻനിരയിൽ നിൽക്കുന്ന ക്രൈസ്തവ സമുദായ സംഘടനകളെയും സഭകളെയും ബോധ്യപ്പെടുത്തുക. അതേ സാഹചര്യത്തിൽ തന്നെ വഖഫിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയും വഖഫിന്റെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുകയും അധിനിവേശത്തിന് എതിരായ ബില്ലിനെ അല്ലെങ്കിൽ അധിനിവേശത്തെ തകർക്കുന്ന അത്തരം നീക്കങ്ങളെ പൂർണ്ണമായും തന്നെ ഒഴിവാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് തയ്യാറാകാതെ അതിനെ എതിർത്തുകൊണ്ട് പാർലമെന്റിൽ നിലപാട് സ്വീകരിക്കുക എന്ന ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇക്കാര്യത്തിൽ UDFന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. മുനമ്പത്തെ ജനത മാത്രമല്ല, സംസ്ഥാനത്താകെ ഈ വഖഫ് അധിനിവേശം അനുഭവിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഹൈബി ഈഡനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു മുനമ്പത്ത് ഉണ്ടായിരുന്നത്. ഹൈബി ഈഡന്റെ കോലം തന്നെ കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവിടെയുള്ള ജനത മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം അവർ പറയുന്നത് തങ്ങളെ പ്രതിനിധീകരിക്കുന്ന MP ആണ്, തങ്ങൾ കൂടി പ്രതിനിധീകരിക്കുന്ന പ്രദേശത്തിന്റെ MP ആണ്. ഇതുവരെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിട്ട് അവിടെ തിരിഞ്ഞു നോക്കാൻ ആ MP തയ്യാറായിരുന്നില്ല ഒരിക്കൽ പോലും എന്ന പറഞ്ഞുകൊണ്ട് ആ പ്രതിഷേധത്തിന്റെ ആക്കം കൂടുതൽ വർദ്ധിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തത്. അതേ സമയത്ത് തന്നെയാണ് ഒരേ സമയം വേട്ടക്കാരനൊപ്പവും ഇരയ്ക്കൊപ്പവും നിൽക്കുന്ന ഒരു സമീപനം UDFും LDFും സ്വീകരിക്കുന്നത്. അവിടെ തുടക്കം മുതൽ പിന്തുണയുമായി എത്തിയത് BJPയും ഹൈന്ദവ സംഘടനകളും തന്നെയായിരുന്നു. രജനി, ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.